എല്ലാവർക്കും എൽസീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു എല്ല് കറിയും കപ്പയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് 1.5 കിലോ പോത്തിന്റെ എല്ലാണ്. ഇത് എല്ല് കറിയും കപ്പയാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത്. അത് നമ്മൾ കുക്കറിലോട്ട് ഇടുകയാണ്. ഇത് നമ്മൾ 7-8 പ്രാവശ്യം കഴുകി നാരങ്ങ നീരും ഒക്കെ ഒഴിച്ച് കഴുകി വെച്ചേക്കുന്ന സാധനമാണ്. ഇതിനകത്ത് നമുക്ക് ഇതിൽ ചേർക്കേണ്ട പൊടികളിടാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഇത് 4 സവാള അരിഞ്ഞതാണ്, 2 പച്ചമുളക് അരിഞ്ഞതാണ്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഈ സവാളയുടെ പകുതി ഇതിൽ ചേർക്കുകയാണ്. പകുതി നമുക്ക് വഴറ്റണം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തു. ഇനി നമ്മൾ കുക്കറിൽ ഇളക്കി വെച്ച് വേവിക്കാൻ പോവുകയാണ്. കൈകൊണ്ട് ഞെരുടി അഞ്ച് വിസിൽ വരുന്നവരെ നമ്മളിത് വേവിച്ചെടുക്കും. ഇതിനകത്ത് 1 ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ചേർക്കുകയാണ്. ഇതിൽ നമുക്ക് ശകലം ഉപ്പ് ചേർക്കാം, ബാക്കി പിന്നെ ചേർക്കാം. ഇനി 5 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. കുക്കർ അടയ്ക്കുകയാണ്. സ്റ്റൗ കത്തിക്കുകയാണ്. 5 വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. ഇറച്ചിക്കറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ വഴറ്റാൻ പോവുകയാണ്. അതിനു വേണ്ടി 3 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ തേങ്ങാക്കൊത്തിടുന്നു. തേങ്ങാക്കൊത്ത് പകുതി വഴറ്റി കഴിഞ്ഞ് നമ്മൾ വെളുത്തുള്ളി ഇടി ഇടുന്നുണ്ട്. നമ്മൾ 10 വെളുത്തുള്ളി അല്ലി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. നല്ലൊരു കഷ്ണം ഇഞ്ചിയും. ഇത് രണ്ടും വഴറ്റാനിടുകയാണ്. നമ്മള് 2 സവാളയുടെ കഷ്ണങ്ങൾ ഇടുന്നു. 10-20 ചുവന്നുള്ളി ചെറിയ അതും വഴറ്റാനിടുകയാണ്. ഇത് വഴറ്റാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. 2 കരിവേപ്പില ഇതിനകത്ത് ഇടുകയാണ്. ഇത് വഴണ്ട് വരട്ടെ. നമ്മൾ മസാല ചേർക്കാൻ പോവുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നമ്മൾ വഴണ്ടതിനകത്ത് ഇടും. നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ഇറച്ചി വെന്തിട്ടുണ്ട്. നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇത് 2 കിലോ കപ്പയാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നത്. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. കപ്പയ്ക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാൻ അരമുറി തേങ്ങയുടെ പീര, 5 കാന്താരി മുളക്, 5 വെളുത്തുള്ളി അല്ലി, അര സ്പൂൺ ജീരകം, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാം.
നമ്മുടെ കപ്പ് വെന്തിട്ടുണ്ട്, ഊറ്റി വെച്ചേക്കുകയാണ്. ഇനി അരപ്പിടാൻ പോവുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കപ്പ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. താളിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ചൂടാകട്ടെ. താളിക്കാനുള്ള 2 ചുവന്നുള്ളി അരിഞ്ഞത്, 2 വറ്റൽമുളക്, കരിവേപ്പില. വെളിച്ചെണ്ണ ചൂടാകട്ടെ. താളിച്ച് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം മൂത്തിട്ടുണ്ട്. നമ്മൾ കറിയിലോട്ട് ഒഴിക്കുകയാണ്. നമുക്കൊന്ന് ഇളക്കാം. ഇളക്കിയിട്ട് അടച്ചു വെക്കാം. കറി റെഡിയായി. ഇത് തന്നെ അടച്ചു വെക്കാം. അപ്പോൾ ഞങ്ങളുടെ കപ്പയും വെല്ലുകറിയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ഈ കപ്പയും വെല്ലുകറിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.